ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജലി സത്യശീലൻ സാറിനെ വിളിച്ചിട്ട് ചോദിക്കാൻ കേട്ടോ, ഞാൻ എന്നും പത്രം പോലും വായിക്കാറില്ല, എന്നിട്ട് പോലും ദിവസവും പത്രം നോക്കും. എന്തിനാണെന്നറിയാവോ? ആ സ്കൂളിൽ നിന്ന് മീനു ടീച്ചറെ പുറത്താക്കിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായി കാര്യങ്ങൾ, ഇത്രയും ദിവസമായിട്ട് ഒന്നും ആയില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ മാഷ് പറയുക കേട്ടോ, അവളെ അവിടെ നിന്ന് ഇറക്കുക എന്നുള്ളത് നിൻ്റെ മാത്രം ആഗ്രഹമല്ല, എൻ്റെയും കൂടെ ആഗ്രഹമാണ്. എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം, അവളെ എന്നോട് വിളിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ സത്യമാഷ് പറയുക കേട്ടോ. ഉടനെ തന്നെ അഞ്ജലി പറയാണ്, എൻ്റെ ജീവിതം പോലും തകർത്തവളാണ് അവൾ. ആദ്യം അവളുടെ ജോലി പോകണം, പിന്നെ ഭർത്താവ്, എല്ലാം ഒന്നൊന്നായിട്ട് അവൾക്ക് നഷ്ടപ്പെടണം. അതിനുള്ള പണിയെല്ലാം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ മാഷ് കണ്ടുവച്ചിട്ടുള്ളത്? അവൾ സ്കൂളിൽ നിന്ന് പുറത്താകുമ്പോൾ എല്ലാം അഞ്ജലിക്ക് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെയും കൂടെ ആവശ്യമാണല്ലോ അവളെ അവിടെ പുറത്താക്കുക എന്നുള്ളത് എന്നൊക്കെ അവരിങ്ങനെ പ്ലാൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് തന്നെ ഉടനെ തൊട്ടടുത്ത ദിവസം തന്നെ നീ ആഗ്രഹിച്ചതുപോലെ നടക്കും എന്നും ഇങ്ങനെ പറഞ്ഞ് അഞ്ജലിക്കൊരു സമാധാനം കൊടുക്കുക കേട്ടോ. സ്കൂളിലാണെങ്കിൽ ഒരു കുട്ടി നിഹാര എന്ന് പറഞ്ഞ കുട്ടി വലിയ വില കൂടിയ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിന് കൊണ്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ മീന് കാണുകയാണ്. അപ്പോൾ മീനിനൊരു സംശയം തോന്നുന്നുണ്ട്, ഇത് എവിടെ നിന്നാണ് വാങ്ങി തന്നെ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. കുട്ടീൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്ന ഒരു കുട്ടി പറയുന്നുണ്ട്, വെറുതെ അവൾ കള്ളം പറയുന്ന ടീച്ചറേ എന്ന്. മീനോട് നല്ല സംശയമായിട്ട് നേരെ അവരുടെ ടീച്ചറിനോട് സ്റ്റാഫ് റൂമിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, നിഹാര എന്ന് പറഞ്ഞ കുട്ടി ടീച്ചറിനെ അറിയോ? അറിയാമല്ലോ. അവളുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ടതാണ്. അച്ഛൻ നേരത്തെ ഗൾഫിലൊക്കെ ആയിരുന്നെങ്കിലും ഒരു അത്ര വലിയ ഇതൊന്നുമില്ല, വലിയ കഷ്ടത്തിലും ഒക്കെയാണ്. എന്താ ടീച്ചറെ ചോദിക്കാൻ കാര്യം? അല്ല, ആ കുട്ടിയെ വില കൂടിയ വാച്ചൊക്കെ കയ്യിൽ കെട്ടിക്കണത്, പിന്നെ അതുപോലെ തന്നെ നല്ല വില കൂടിയ മിഠായിയൊക്കെയാണ് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനൊരിക്കൽ അവളുടെ ബോക്സിനകത്തുനിന്ന് ഒരു 500 നോട്ട് കാണുകയും ചെയ്തു. അപ്പോൾ ചോദിച്ചപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞ് തടി തപ്പി. അപ്പോൾ തന്നെ പെട്ടെന്ന് വേറൊരു മാഷ് പറയുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നതായിരിക്കും, പാവങ്ങളല്ലേ, അങ്ങനത്തെ കിട്ടിയ പൈസ ആയിരിക്കും എന്ന് പറയുമ്പോൾ സാറ് പറയണമെന്ന്. പിന്നെ ആ കുട്ടിയുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഇവിടെ സത്യൻ മാഷാണ് നോക്കുന്നത്. ആണോ? അങ്ങനെ ഒരു മുഖം ഉണ്ടോ സത്യൻ മാഷിന്? ഉണ്ട്, ആ പുള്ളിക്കാരന് കുട്ടിയുടെ കാര്യങ്ങളും പഠിത്ത കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് എന്ന് പറയും. മീനും എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു സംശയമാവണം കേട്ടോ. എന്നിട്ട് ക്ലാസ്സിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അറ്റൻഡൻസ് എടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ആ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടേണ്ട ടീച്ചറെ, കുട്ടികളെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചാൽ പോലും രക്ഷിതാക്കൾ വന്ന് നമ്മളെ വഴക്ക് പറയുന്ന കാലമാണ്, അതുകൊണ്ട് ഇതൊന്നും ചോദിക്കാൻ പോകണ്ടെന്ന്. അപ്പോഴാണ് ക്ലാസ്സിൽ ബെല്ലടിച്ച് നേരെ ചെന്ന് അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് നിഹാരയെ മാത്രം അവിടെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഈ സമയം നിഹാര അവിടെ ലൈബ്രറിയിൽ പോയിരിക്കുന്ന അവിടെ സത്യൻ മാഷിനെ കാണുന്നുണ്ട്. സത്യൻ മാഷിന് ഒരു ബുക്ക് തിരിച്ച് കൊടുക്കുകയാണ്. സത്യൻ മാഷ് ആ സമയം കൊണ്ട് ആ കുട്ടിയെ കടന്ന് പിടിക്കുകയാണ് കേട്ടോ. കുട്ടിയാണെങ്കിൽ കുതറി മാറി ഓടി രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് ഇവിടെ അറ്റൻഡൻസിൽ പേര് വിളിച്ചിട്ട് കാണാത്തതുകൊണ്ട് ടീച്ചർ പറയുന്നുണ്ട്, ഞാൻ അവളെ രാവിലെ കണ്ടതാണല്ലോ, ഇത്രയും നേരത്തെ എന്താ ക്ലാസ്സിൽ കയറാതെ? അപ്പോൾ ഓടി കിതച്ച് വരികയാണ് കേട്ടോ കുട്ടി. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോയതാന്ന്? അത് കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു. അല്ല, ഞാൻ ടീച്ചറെ ബെല്ലടിച്ച് കേട്ട് ഞാൻ ലൈബ്രറിയിൽ പോയതാ, ഇതാ ബുക്ക് കൊടുക്കേണ്ടതാന്നൊക്കെ പറയട്ടോ. ലൈബ്രറിയിൽ ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സത്യൻ മാഷാന്ന് പറയുന്നുണ്ട്. സത്യൻ മാഷിന് വേറെ ക്ലാസ്സില്ല, അതെനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ട് എടുത്ത് എഴുതാൻ പറയുമ്പോൾ കുട്ടി ആകെ തളർന്നും ടെൻഷനും ഒക്കെയാണ്. വീണ്ടും കുട്ടി കരയാണോ എന്നൊക്കെ മീനു ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ല ടീച്ചർ എന്ന് പറഞ്ഞ് തടി തപ്പട്ടോ. പക്ഷേ എന്തോ പന്തികേടുണ്ടെന്ന് മീനുവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ എന്തായാലും വീട്ടിൽ വന്നിട്ട് അത് പറയണമെന്നുള്ള മനസ്സിരിക്കണം കേട്ടോ. വീട്ടിലാണെങ്കിൽ ഇവിടെ അഖിലെ തലേദിവസം ഉമ്മ കൊടുത്ത കാര്യങ്ങളൊക്കെ ഗൗതത്തിൻ്റെ കാര്യം ഓർത്ത് ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗതം വരുന്നത്. അങ്ങനെ ഗൗതം ആകെ പ്രശ്നത്തിലാണ് കേട്ടോ. എന്തൊക്കെയായാലും നീ ചെയ്തത് ശരിയായില്ല, നീ മനഃപൂർവ്വം കരുതി കൂട്ടി എന്നെ ഉമ്മ വെച്ചതാ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം കേട്ടോ. അവസാനം അല്ലെങ്കിൽ തന്നെ ഞാൻ കള്ളല്ലല്ലോ തന്ന, ഉമ്മയല്ലേ തന്ന, അതിനെന്തിനാ ഇങ്ങനെ ഒരു കാര്യത്തിന് പറഞ്ഞിരിക്കുന്ന ഗൗതം? നീ എന്താ ഇങ്ങനെ? സമാധാനപ്പെടുക. ഇല്ല, എനിക്ക് പറ്റില്ല, എനിക്കത് ഓർക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ വരുന്നു, നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് പ്രശ്നത്തിലാണ്. അപ്പോൾ അഖില പറയും, എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നതല്ലേ, നിനക്ക് വേണ്ടല്ലോ, നീ തിരിച്ചിങ്ങനെ എനിക്ക് തന്നേരെ എന്ന് പറയും കേട്ടോ. അവസാനപ്പെടുത്തും ഗൗതം പറയും, സോറി, ഞാൻ ഇനി അതിനെക്കുറിച്ച് ഒന്നും മിണ്ടില്ല എന്നും പറഞ്ഞിരിക്കും കേട്ടോ. എടാ മോനെ, നിന്നെക്കൂടി ഞാൻ 2 ദിവസത്തിനകം ഞാനിത് തന്നിരിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ അഖില പറയും കേട്ടോ. രാവിലെ സ്കൂളിൽ പോകാനായിട്ട് പാത്രത്തിൽ എടുത്ത് വയ്ക്കണം, ഇടിയപ്പവും അതും ഇതൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. ആ സമയത്ത് അർജുനോട് കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. മീനു ഇങ്ങനൊരു നിഹാര എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളെല്ലാം പറയണമുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയുന്നതിനേക്കാളും ടീച്ചർമാരോട് പറയും, അതുകൊണ്ട് നീ എല്ലാം കേട്ട് മനസ്സിലാക്കണമെന്ന്. അങ്ങനെ പാത്രത്തിലെ എല്ലാ ഫുഡൊക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് പ്രഭാവതി ഓടി വന്ന് അത് പിടിച്ച് വാങ്ങിച്ച് തിരിച്ച് പാത്രത്തിലേക്ക് ഇടുക കേട്ടോ. നീ ഇത് കൊണ്ടുപോകണ്ട, നിനക്ക് അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ രാവിലെ എണീറ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ല ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കഴിക്കാനാണ്, നിനക്ക് കൊണ്ടുപോകാനല്ല എന്നൊക്കെ പറയും.
അപ്പോൾ അർജുൻ പറയണം, അമ്മേ ഇങ്ങനെയൊക്കെ പറയാം, അമ്മ ഈ പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നും ശരിയല്ല അമ്മേ, എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കിച്ചത് നിങ്ങളൊക്കെ തന്നെടാ, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുക കേട്ടോ. അപ്പോൾ മീന് പറയുന്നുണ്ട്, സാരമില്ല അർജുൻ, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം, അത് വേണ്ട, ഞാൻ എല്ലാം ഉണ്ടാക്കി കൊണ്ട് തരും, നീ ചെല്ലുവാ നമുക്ക് പോവാം, നമ്മൾ സ്കൂളിൽ ചെല്ലാം കേട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും അർജുൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് വിഷമമായോ രാവിലത്തെ കാര്യം? അതൊന്നും സാരമില്ല, ഞാൻ ആ വീട്ടിൽ വന്ന് കയറി അന്ന് മൂലേ പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നതല്ലേ, അതുകൊണ്ട് എനിക്കതൊന്നും സാരമില്ല അർജുൻ. പിന്നെ നീ ആ നിഹാര എന്ന് പറഞ്ഞ കുട്ടിയോട് പ്രത്യേകം കാര്യങ്ങൾ അന്വേഷിക്കണം, അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം എന്നൊക്കെ താക്കീത് കൊടുക്കട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.